ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുന്നത്. അതിൻ്റെ ഉത്തരങ്ങളും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ടീച്ചർ പറയുന്നുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് ക്ലാസ്സസ്, അതായത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഫീസ് നൽകി പഠിക്കേണ്ട ക്ലാസ് ആണ്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം അതിൻ്റെ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. 2023-2024 ഇൻ്റഗ്രേഷൻ ഡേ 1 എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ പ്രവർത്തനം 1 വരുന്നത് കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, അല്ല ആദ്യം നൽകിയിട്ടുള്ളത് തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം, കുഞ്ഞുറുമ്പിന് മോഹം. ഇപ്പോൾ തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം, കുഞ്ഞുറുമ്പിന് മോഹം. പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി, ഇലത്തുമ്പുകൾ ഇളകിയാടി, കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി. ഒന്ന് തൊട്ടാലോ? കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി. തൊട്ടില്ല. അവൾ കാല് തെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. അതാ ഒരു ഇല ഒഴുകി വരുന്നു. കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി. ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾ 4 പാടും നോക്കി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ. ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുറുമ്പ് എന്താണ്? കുഞ്ഞുറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. കുഞ്ഞുറുമ്പ് ഒരു ഇലയിൽ കയറി. ഈ ഇല എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞുറുമ്പിനെയും കൊണ്ട് പോവുകയാണ്. അതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. കുഞ്ഞുറുമ്പിന്റെ മോഹം എന്തായിരുന്നു? 2ാമത്തെ ചോദ്യം, ഇലത്തുമ്പുകൾ ഇളകിയാടിയതെപ്പോൾ? 3ാമത്തെ ചോദ്യം, പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? 4ാമത്തെ ചോദ്യം, പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ? 5ാമത്തെ ചോദ്യം, മാനം മുട്ട ഉയർന്നു നിൽക്കുന്നത് എന്താണ്? 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കുഞ്ഞുറുമ്പിന്റെ മോഹം എന്തായിരുന്നു? എന്തായിരുന്നു കുഞ്ഞുറുമ്പിന്റെ മോഹം? കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന്റെ മോഹം എന്തായിരുന്നു? കാട്ടിലെ കാഴ്ചകൾ കാണണം. അപ്പൊ കുഞ്ഞുറുമ്പിന്റെ മോഹം കാട്ടിലെ കാഴ്ചകൾ കാണണം. അതെന്ത് ചെയ്യണമായിരുന്നു? ഇത് അതുപോലെ എന്ത് ചെയ്യണം? ഇവിടെ എടുത്ത് അങ്ങ് എഴുതുക. കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന്റെ മോഹം എന്തായിരുന്നു? കാട്ടിലെ കാഴ്ചകൾ കാണണം എന്നായിരുന്നു. അതെന്ത് ചെയ്യണം? ഈ കോളത്തിൽ നമ്മൾ എഴുതണം. കാട്ടിലെ കാഴ്ചകൾ കാണണം. കാട്ടിലെ കാഴ്ചകൾ കാണണം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ നിന്ന് ഉത്തരം നമ്മൾ നോക്കുക. അതായത് ഇവിടുത്തെ ചോദ്യം കണ്ടല്ലോ, ഈ ചോദ്യത്തിന് ഉത്തരം ഇതിൽ തന്നെയുണ്ട്. ആ ഉത്തരം കണ്ടെത്തി എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. അതായിരുന്നു 1ാമത്തെ ചോദ്യം. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? ഇലത്തുമ്പുകൾ ഇളകിയാടിയതെപ്പോൾ? ഇലത്തുമ്പുകൾ ഇളകിയാടിയതെപ്പോഴാണ്? ഇളം കാറ്റ് വീശി ഇലത്തുമ്പുകൾ ഇളകിയാടി. ഇളം കാറ്റ് വീശി ഇലത്തുമ്പുകൾ ഇളകിയാടി. അപ്പോൾ എന്താ എഴുതുക ഇവിടെ? ഇളം കാറ്റ് വീശിയപ്പോൾ. ഇവിടെ എന്താ എഴുതുക? ഇളം കാറ്റ് വീശിയപ്പോൾ. ഇലത്തുമ്പുകൾ ഇളകിയാടിയത് എപ്പോൾ? ഇവിടെ എഴുതുക ഇളം കാറ്റ് വീശിയപ്പോൾ. അപ്പൊ 2ാമത്തെ ചോദ്യത്തിന്റെ താഴെ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം എഴുതുക. ഇളം കാറ്റ് വീശിയപ്പോൾ. ഇളം കാറ്റ് വീശിയപ്പോൾ. ഓക്കെ, ഇപ്പൊ 2ാമത്തെ ചോദ്യം ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം എന്തായിരുന്നു?
പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? അതിന് ഉത്തരവും എവിടെയുണ്ട്? ദാ ഇവിടെയുണ്ട്. പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി. പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? മഞ്ഞുതുള്ളി. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ ഇവിടെ വരിക, മൂന്നാമത്തെ ചോദ്യം എടുക്കുക, അതിന് താഴെ എഴുതുക. എന്താണ് പുൽക്കൊടിയിൽ തിളങ്ങിയത്? മഞ്ഞുതുള്ളി. മഞ്ഞുതുള്ളി എന്ന് ഇവിടെ എഴുതുക. മഞ്ഞുതുള്ളി. ഓക്കെ, ഉത്തരം കണ്ട് എഴുതിയത് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം എന്താ? പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത് എങ്ങനെ? പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത് എങ്ങനെയാ? അതാ ഒരു ഇല ഒഴുകി വരുന്നു, കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി. ഒഴുകി വന്ന ഇലയിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. അപ്പൊ താഴെ എന്താണ് എഴുതാനുള്ളത്? പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത് എങ്ങനെയാ? ഒഴുകി വന്ന ഇലയിൽ കയറി. ഒഴുകി വന്ന ഇലയിൽ കയറി രക്ഷപ്പെട്ടു. ഒഴുകി വന്ന ഇലയിൽ കയറി രക്ഷപ്പെട്ടു. ഒഴുകി വന്ന ഇലയിൽ കയറി രക്ഷപ്പെട്ടു. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം മുകളിൽ ഉണ്ടാകും. അത് കണ്ടെത്തി അതേ ചോദ്യത്തിന്റെ താഴെ എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഇത് നാലാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയത് മനസ്സിലായല്ലോ. യെസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന എന്താണ്? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. അപ്പൊ മുകളിൽ ഉത്തരവുണ്ട്, കണ്ടോ? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. ഉത്തരം എന്താ? മലനിരകൾ. അതെവിടെ എഴുതണം? ഈ അഞ്ചാമത്തെ ചോദ്യത്തിന് താഴെ എഴുതണം. എന്താ എഴുതാനുള്ളേ? മലനിരകൾ. അഞ്ചാമത്തെ ചോദ്യത്തിന് നേരെ താഴെ എന്തെഴുതണം? അതിന്റെ ഉത്തരം എഴുതുക. മലനിരകൾ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതാൻ അറിയാലോ. എങ്ങനെയാ വരിക? വായിക്കാം, എഴുതാം. കുഞ്ഞുറുമ്പിന്റെ യാത്ര എന്താണ്? അത് വായിക്കുക, താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതുക. ഓക്കെ, എളുപ്പമല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എളുപ്പമല്ലേ? ചെയ്യുമല്ലോ, തെറ്റാതെ ഇനി ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ചെയ്യുമല്ലോ. യെസ്. രണ്ടാമത്തെ ചോദ്യം പ്രവർത്തനം എന്തായിരുന്നു നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ. കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ. വിവരണത്തിന് എന്താ? 5 വാക്യങ്ങളെങ്കിലും കുറഞ്ഞത് വേണം. 5 വാക്യങ്ങളെങ്കിലും വേണം. അപ്പൊ കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ എന്ത് ചെയ്യാ? അവിടെ നോക്കിയേ, ഇവിടെ നോക്കി. കുഞ്ഞുറുമ്പ് ഇലയിൽ പോകുന്നു. വലിയ മരങ്ങളുണ്ട്, ഇവിടെ പുൽനാമ്പുകളുണ്ട്. അത് പറയുന്നുണ്ടല്ലോ, മഞ്ഞുതുള്ളിയിരിക്കുന്ന പുൽക്കൊടികളുണ്ട്. എന്താണ് ഇവിടെ? മലയുണ്ട്, കുന്നുണ്ട്, സൂര്യനുണ്ട്, പക്ഷികളുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യുക? താഴെ ഒരു വിവരണം എഴുതുക. എങ്ങനെ നമുക്കൊരു വിവരണം എഴുതാം? എങ്ങനെ എഴുതാം? ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടു. എങ്ങനെ എഴുതാം? ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? ആകാശത്തു കൂടി കിളികൾ പറന്നു പോകുന്നു, അല്ലെങ്കിൽ ആകാശത്ത് പറക്കുന്ന കിളികൾ. അങ്ങനെ എഴുതാം. ആകാശത്തു കൂടി കിളികൾ പറക്കുന്നു, കിളികൾ പറന്നു പോകുന്നു, വേറെ എന്ത് കാഴ്ചയാ കണ്ടേ അവിടെ? വേറെ എന്ത് കണ്ടു? മലകൾക്കിടയിലൂടെ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ, അല്ലെങ്കിൽ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ. നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാട്ടോ. മലകൾക്കിടയിലൂടെ
കാണുന്ന ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണുന്നു. ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാം. വേറെ എന്തൊക്കെ കാണാം? പുഴയുടെ അരികിൽ വളരെ ഉയരമേറിയ മരങ്ങളുണ്ട്. പുഴയുടെ കരയിൽ വളരെ ഉയരമേറിയ മരങ്ങൾ നിൽക്കുന്നു. വളരെ ഉയരം കൂടിയ അല്ലെങ്കിൽ ഉയരം കൂടിയ മരങ്ങൾ. വേറെ എന്ത് കണ്ടു? ചെറിയ ചെറിയ കുന്നുകളെ കണ്ടില്ലേ? മലകൾ പോലെ ചെറിയ ചെറിയ കുന്നുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ ചെറിയ കുന്നുകൾ. വേറെ എന്താ ഉള്ളേ? പുൽക്കൊടികളില്ലേ? മലയുടെ താഴ്വാരം നിറയെ പുൽക്കൊടികൾ. ഇതൊക്കെ എഴുതാം. ഇങ്ങനെ പ്രകൃതി നല്ല സുന്ദരമായ കാഴ്ചകൾ കാണിച്ചു തന്നു. അവിടെ എന്തെഴുതാം? പ്രകൃതി നല്ല സുന്ദരമായ കാഴ്ചകൾ കാണിച്ചു തന്നു, അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ പ്രകൃതി വളരെ മനോഹാരിതയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതാം. വളരെ സുന്ദരമേറിയ പ്രകൃതി എന്നോ, നല്ല സുന്ദരമായ കാഴ്ചകളെന്നോ, പ്രകൃതി സുന്ദരമായ കാഴ്ചകളെന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ. പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ. നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതണം. ഓക്കെ. അപ്പൊ എങ്ങനെയാണോ ചോദ്യം വരുന്നത് ആ ചോദ്യത്തിനനുസരിച്ച് ആ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടു. ആകാശത്തു കൂടി കിളികൾ പറന്നു പോകുന്നു. മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാം. പുഴയുടെ കരയിൽ വളരെ ഉയരം കൂടിയ മരങ്ങൾ, ചെറിയ ചെറിയ കുന്നുകൾ, പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് തരുന്ന ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു അതെല്ലാം ഓരോരോ സെന്റൻസ് ആക്കി എഴുതുക, ഓരോരോ വാക്യമാക്കി എഴുതുക. ഓക്കെ. അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. ഇനി ഇതിന് താഴെയും കാര്യങ്ങളുണ്ട്. നോക്കി, പുഴയുണ്ട്, താറാവുണ്ട്, പശുവുണ്ട്, താമരയുണ്ട്, വീടുണ്ട്, മുയലുണ്ട്. ഇതും ചേർത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനോടൊപ്പം ഉൾപ്പെടുത്താം. തെങ്ങുകളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചേർക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹൗ മെനി സീഡ്സ്? ഇത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഓഫ് പീ സീഡ്സ് given to each class to make a vegetable garden. 4 ക്ലാസ്, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, ഓരോ ക്ലാസ്സിനും പയറ് കൊടുത്തു. എന്തിനാ? വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി. വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് ഓരോ ക്ലാസ്സിലും പയർ വിത്തുകൾ കൊടുത്തു. 100ന്റെ പാക്കറ്റ് ഓരോന്ന് വീതമാണ് 4 ക്ലാസ്സിലും കൊടുത്തത്. 10ന്റെ പാക്കറ്റോ 1-ാം ക്ലാസ്സിന് 2 കൊടുത്തു, 2-ാം ക്ലാസ്സിന് കൊടുത്തില്ല. 3-ാം ക്ലാസ്സിന് എത്ര കൊടുത്തു? 1 2 3 4 5 6 7 8 9 കൊടുത്തു. 4-ാം ക്ലാസ്സിന് 4 കൊടുത്തു. ഒന്നിന്റെ ഓരോ പയർ വീതം എത്ര കൊടുത്തു? 1-ാം ക്ലാസ്സിന് 6 എണ്ണം കൊടുത്തു, 2-ാം ക്ലാസ്സിന് 3 എണ്ണം കൊടുത്തു, 3-ാം ക്ലാസ്സിൽ 5 എണ്ണം കൊടുത്തു, ഇവിടെ 4-ാം ക്ലാസ്സിന് 7 എണ്ണം കൊടുത്തു. ഓക്കെ. അപ്പോൾ ടോട്ടൽ എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഒന്നാം പാക്കറ്റ്, ആദ്യം 100ന്റെ പാക്കറ്റിൽ എത്രയുണ്ട് നോക്കാം. 100ന്റെ പാക്കറ്റിൽ എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ 100. 10ന്റെ പാക്കറ്റിൽ എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 100ൽ എത്ര പാക്കറ്റ് ഉണ്ടെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നമ്പർ ആകും. 100ന്റെ 1 പാക്കറ്റാണ്, 10ന്റെ 2 പാക്കറ്റാണ്, 1ന്റെ 6 എണ്ണം ഉണ്ട്. അപ്പൊ നമ്പർ എത്രയാ? 126. 100 2 10 6 ones. അതാണ് ഇവിടെ എഴുതുന്നത്. 100 2 10 6 ones. 126. 126. ഇവിടെ നോക്കിയേ, 100ന്റെ ഒരെണ്ണം. അപ്പൊ 100ന്റെ എഴുതി. ഇനി 10നുണ്ടോ? 10നുണ്ടോ? അപ്പൊ ഏതെങ്കിലും കോളത്തിൽ ഇല്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? 0 കൊടുക്കുക. എന്താ കൊടുക്കാനുള്ളത്? 0. അപ്പൊ 1 1 0. നമ്പർ ഓഫ് വൺസ്, വൺസിന്റെ സ്ഥലത്ത് എത്രയാണുള്ളത്? 3 ആണുള്ളത്. 103. ഓക്കെ.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ നോക്കിയേ. 100-ൽ എത്ര പാക്കറ്റ് കൊടുത്തു? 100-ന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 1. ഇനി 10-ന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 9. 1-ന്റെ എത്ര എണ്ണം ഉണ്ട്? 5. അപ്പൊ 195. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ആദ്യം 100-ൻ്റെത് എഴുതുക, എന്നിട്ട് 10-ൻ്റെത് എഴുതുക, എന്നിട്ട് 1s-ൻ്റെ എഴുതുക. ഇത് 100-ൻ്റെ പാക്കറ്റാണ്. ഇവിടെ എല്ലാം ഉള്ളത് 100-ൻ്റെ പാക്കറ്റ്, 10-ൻ്റെ പാക്കറ്റ്, 1-ൻ്റെ പാക്കറ്റ്. ഇത് ഒരുമിച്ച് എഴുതാം. 195. ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കുമല്ലോ. 4-ാം ക്ലാസ്സിൽ എത്രയാണ്? 100-ൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, 10-ൻ്റെ 4 പാക്കറ്റ് ഉണ്ട്. ഓരോന്നെണ്ണം എത്ര ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പൊ നമ്പർ എത്ര എഴുതണ്ടേ? 147. 147. എങ്ങനെ എഴുതാം? 100-ൻ്റെ 1, 10-ൻ്റെ 4, 1-ൻ്റെ 7. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായിരുന്നോ? അപ്പോൾ ഇവിടെ ആദ്യത്തെ 126, 103, 195, 147. ഇത്രയുമാണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ എങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലായല്ലോ. അടുത്ത് നോക്കിയേ, ഇവിടെ എന്താ പറയുന്നത്? റൈറ്റ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ദേ ഗോട്ട് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ നമുക്കറിയാലോ. ഇവിടെ കിട്ടിയ നമ്പർ ഏതായിരുന്നു? 126. ഇവിടെ കിട്ടിയ എത്രയായിരുന്നു? 103. ഇവിടെ കിട്ടിയത് 195. ഇവിടെ കിട്ടിയത് 147. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതാം? നമ്മൾ കിട്ടിയ നമ്പേഴ്സ് താഴെ താഴെ എഴുതി നോക്കുക. താഴെ താഴെ എഴുതിയ ശേഷം ചെറുതിൽ നിന്ന് വലുതിലേക്കാണല്ലോ എഴുതാനുള്ളത്. അപ്പോൾ 100-ൻ്റെ പൊസിഷനിലെല്ലാം ഒരുപോലെയാണ്. 100-ൻ്റെ പൊസിഷനിലെല്ലാം ഒരു 1 1 1 1 ഒരുപോലെയാണ്. ഇപ്പോൾ ഒരുപോലെയാണ്. ഇനി 10-ൻ്റെ പൊസിഷനിൽ നോക്കാം. ഇത് 100-ൻ്റെ പൊസിഷനായിരുന്നു. അടുത്ത് 10-ൻ്റെ പൊസിഷനിൽ നോക്കാം. 10-ൻ്റെ പൊസിഷനിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. 2 ആണോ, 0 ആണോ, 9 ആണോ, 4 ആണോ? 2 0 9 4. ഇതിലേതാ ഏറ്റവും ചെറുത്? 0 ആണ് ചെറുത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ നമ്പർ ആദ്യം എടുത്ത് എഴുതുക. ഈ നമ്പർ എന്താണ് എഴുതുക? 103. 103. രണ്ടാമത് ഇനിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 9 ഉണ്ട്, 4 ഉണ്ട്. ഇനി ഏറ്റവും ചെറുത് ഏതാ? 2 ആണോ, 9 ആണോ, 4 ആണോ? 2 ആണ്. അപ്പൊ അടുത്ത ഏറ്റവും ചെറുത് എഴുതുക. 126. അപ്പോൾ 126 എഴുതി, 103 എഴുതി. ഇനി 195ഉം 147ഉം ഉണ്ട്. 9 ആണോ 4 ആണോ ചെറുത്? 4 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതുക കേട്ടോ. 147. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും വലുത്, അത് അടുത്ത് എഴുതുക. 195. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായോ? അപ്പൊ 100, 10s, 1s ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഉണ്ടാവും. പഠിക്കുക കേട്ടോ. ഓക്കെ, നാലാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ചെടികൾ പലവിധം. കിഴങ്ങു നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല, ഗുണവും രുചിയും എനിക്കുണ്ടേ, ഞാനാരെന്ന് ചൊല്ലാമോ? ഇതിൽ ഇലയിൽ വെള്ളം നിൽക്കില്ല, ഏത് ഇലയിലാണ് വെള്ളം നിൽക്കാത്തത്? ഉത്തരം അറിയാലോ. ചേമ്പ്. ഏതാണ് ഉത്തരം? ചേമ്പ്. ചേമ്പ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇലയില നീളനില, ഊണു വിളമ്പാം, അടയുണ്ടാക്കാം, മഴയിൽ ചൂടി നടന്നിടാം, ഇലയിൽ കേമൻ ഞാനാര്? ഊണ് വിളമ്പുന്ന ഇല ഇത് ഏതാ? വാഴയില. ഏതാണ്? വാഴയില. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വാഴയില. ഓക്കെ, ഇപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ? അപ്പൊ ഇലയിൽ വെള്ളം നിൽക്കില്ല, ആരുടെയാണ്? ചേമ്പിന്റെ. ഊണ് വിളമ്പുന്നത് ഏതിലാണ്? വാഴയിലയിലാണ്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നാൽ, ഇലയുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ എഴുതുമല്ലോ. വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികളുടെ പേരെഴുതൂ. വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികൾ ഏതാ? തക്കാളി. എന്താ? വിത്ത് മുളച്ചല്ലേ ഉണ്ടാകുന്നത്? തക്കാളി. വിത്ത് മുളച്ചുണ്ടാകുന്ന വേറെ എന്താണ്? മുളക്. മുളക് വിത്ത് മുളച്ചാണ് ഉണ്ടാകുന്നത്. അതുപോലെ കോവൽ, വെള്ളരി, പയർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. പയർ ഇതെല്ലാം വിത്ത് മുളച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികൾ മനസ്സിലായല്ലോ. യെസ്. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. കലണ്ടർ മാത്സ്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഡേറ്റ്സ് ഓൺ ദ മന്ത് ഓഫ് January 2024 ഇൻ ദ കലണ്ടർ.
അപ്പോൾ ഇത് ജാനുവരി 2024 കലണ്ടറാണ്. ഇതിൽ എന്ത് ചെയ്യണം? കുറച്ച് ഡേറ്റുകൾ എഴുതിയിട്ടില്ല, അത് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ജനുവരിയിൽ എത്ര ദിവസമുണ്ട്? എത്ര ദിവസമുണ്ട് ജാനുവരിയിൽ? 31. ജാനുവരിയിൽ എത്ര ദിവസമുണ്ട്? 31. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ കലണ്ടർ ഫില്ല് ചെയ്യുക. 21, 22, അടുത്തെന്താ വരിക? 23, 24, 25, 26, 27, 28, 29, 30, 31. ജാനുവരിയിൽ എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കണം, ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി? ജാനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? 31. അതാണ് ഇവിടെ എഴുതാൻ. ജനുവരിയിലെ ആകെ ദിവസങ്ങൾ 31. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇഫ് ജാനുവരി 1, 2024 ഈസ് മൺഡേ. ജാനുവരി 2024 ഇവിടെ എന്താണ്? 1-ാം തീയതി തിങ്കൾ, മൺഡേ ആണ്. ദെൻ വാട്ട് ഡേ വിൽ ബി December 28? December 28, 2023 ഏത് ദിവസമായിരിക്കും? അപ്പൊ ഇത് മൺഡേ ആണ്. ജനുവരി 1 മൺഡേ ആണ്. അപ്പൊ സൺഡേ ഏതായിരിക്കും? തൊട്ട് പുറകിൽ ഏത് ദിവസമായിരിക്കും? ഏതായിരിക്കും വരിക? ഡിസംബറിൽ എത്ര ദിവസമുണ്ടെന്ന് ഞാൻ അറിയണം. ഡിസംബറിൽ എത്ര ദിവസമുണ്ട്? എത്ര ദിവസമുള്ളേ അറിയാവോ? കലണ്ടറിൽ നോക്കിയിട്ടുണ്ടോ? ഡിസംബറിൽ എത്ര ദിവസം ഉള്ളേ? ആർക്കറിയാം ഡിസംബറിൽ എത്ര ദിവസം ഉണ്ടെന്ന്? ആർക്കറിയാം? പറഞ്ഞ ഡിസംബറിൽ എത്ര ദിവസമുണ്ട്? ജാനുവരിയിൽ 31 ആണ്, ഡിസംബറിലും 31 ആണ്. ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ജാനുവരിയിലും 31 ആണ്, ഡിസംബറിലും 31. അടുത്തടുത്ത് 31 വരുന്ന മാസങ്ങൾ ഇത് വേറെയുണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഡിസംബറിലും ജാനുവരിയിലും എത്ര ദിവസമുണ്ട്? 31 ഡേയ്സ്. ഏതൊക്കെ മാസങ്ങളിലാണ്? ഡിസംബറിലും 31 ആണ്, ജനുവരിയിലും 31 ഡേയ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ജനുവരിയിൽ 31, 29, 30, 31. ഡിസംബറിലോ ഇവിടെ എന്ത് വരും? 31 വരും, അടുത്ത് 30 വരും, അടുത്ത് 29 വരും, ഇവിടെ 28 വരും. അപ്പൊ ഇത് മൺഡേ ആണെങ്കിൽ ഇത് സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ, തേഴ്സ്ഡേ. അപ്പൊ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ഇങ്ങനെ പോയിക്കൂടെ? അപ്പൊ 28 ഏത് ദിവസമാണ്? 28 ഏത് ദിവസമായിരിക്കും? തേഴ്സ്ഡേ. ഏത് ദിവസം? ഡിസംബർ 28 ഏത് ദിവസമാണ്? തേഴ്സ്ഡേ, വ്യാഴം. തേഴ്സ്ഡേ, വ്യാഴം. തേഴ്സ്ഡേ, വ്യാഴം. എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ? ഡിസംബർ, ജാനുവരി 1 എന്നായിരുന്നു. ജാനുവരി 1 മൺഡേ ആണ്. അപ്പൊ സൺഡേ ഏത് ദിവസമാണ്? സൺഡേ ഏത് ദിവസമാണ്? ഡിസംബർ 31. അടുത്ത സാറ്റർഡേ എന്നാണ്? ഡിസംബർ 30. ഫ്രൈഡേ എന്നാണ്? ഡിസംബർ 29. തേഴ്സ്ഡേ എന്നാണ്? ഡിസംബർ 28. എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി സാറ്റർഡേസ് ആർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2024? ഫൈൻഡ് ദ ഡേറ്റ്സ് ഓഫ് ദ സാറ്റർഡേ. അപ്പോൾ സാറ്റർഡേ ഏതൊക്കെ ദിവസമാണ് ഉള്ളത്? ഇത് സാറ്റർഡേ 6, 13, 20, 27. 6, 13 ഇതല്ലേ സാറ്റർഡേ, ശനിയാഴ്ച. സാറ്റർഡേ, ശനിയാഴ്ചകൾ ഏതാണ്? 6, 13, 20, 27. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതുക ഏതൊക്കെ ദിവസമാണ്? 6, 13, 20, 27. ഓക്കെ, അപ്പൊ ഹൗ മെനി എന്ന ചോദ്യം ആദ്യമുണ്ട്. എത്ര സാറ്റർഡേസ് ഉണ്ട്? 4 സാറ്റർഡേസ് ആണ് ഉള്ളത്. ഡേറ്റ്സ് ഏതൊക്കെയാണ്? 6, 13, 20, 27. Find a number pattern from the calendar. Last question. Find a number pattern from the calendar. നമ്പർ പാറ്റേൺ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഏത് വേണമെങ്കിലും എഴുതാം. 7, 14, 21, 28 ഇതും നമ്പർ പാറ്റേൺ ആണ്. 1, 8, 15, 22, 29 ഇതും നമ്പർ പാറ്റേൺ ആണ്. 2, 9, 16, 23, 30 ഇവിടെയും നമ്പർ പാറ്റേൺ ആണ്. അപ്പോൾ ഏത് നമ്പർ പാറ്റേൺ ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം.
ഓക്കെ, മനസ്സിലായോ? മുകളിൽ നിന്ന് താഴേക്ക് ഏത് എഴുതിയാലും നമ്പർ പാറ്റേൺ. 7, 14, 21, 28 നമ്പർ പാറ്റേൺ ആണ്. 1, 8, 15, 22, 29 നമ്പർ പാറ്റേൺ ആണ്. 2, 9, 16, 23, 30 നമ്പർ പാറ്റേൺ ആണ്. 3, 10, 17, 24, 31 നമ്പർ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള നമ്പർ പാറ്റേൺ തിരഞ്ഞെടുക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഈ നമ്പർ പാറ്റേൺ ആണ്. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 8, 15, 22, 29. ഇപ്പോൾ ടീച്ചർ തിരഞ്ഞെടുക്കുന്നത് 1, 8, 15, 22, 29. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. 2ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈസി അല്ലേ? ഇതുപോലെ ചോദ്യം വന്നാൽ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം എഴുതുമല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.